ദൈവത്തിന്റെ ശക്തിയിൽ, തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ മഹത്വത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വേണമോ? ഹൃദയത്തെ ഒരുക്ക്, മനസ്സിനെ രൂപാന്തരപ്പെടുത്ത്, വിശ്വസിച്ച് ആരാധിക്ക്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. സ്വർഗത്തിന്റെ പ്രവൃത്തിയാണിത്, ദൈവത്തിന്റെ പ്രവൃത്തിയാണിത്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് അല്ല ഇത്. സ്വാഭാവികമായി സംഭവിച്ചതല്ല, മനുഷ്യന്റെ ബുദ്ധിയിൽ സംഭവിക്കുന്നതല്ല, ദൈവത്തിന്റെ ശക്തിയിൽ സംഭവിക്കുന്നതാണ്, ദൈവത്തിന്റെ അധികാരത്തിൽ സംഭവിക്കുന്നതാണ്. ഡോക്ടർ ഒരു പക്ഷേ പറഞ്ഞേക്കാം പറ്റില്ല എന്ന്, ഡോക്ടർ ഒരു പക്ഷേ പറഞ്ഞേക്കാം സാധ്യമല്ല എന്ന്, മനുഷ്യൻ പറഞ്ഞേക്കാം കഴിയില്ല എന്ന്, സാധ്യമല്ല എന്ന്. ദൈവപൈതലെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. വചനത്തെ ഏറ്റെടുത്ത് ആരാധിക്കാമെങ്കിൽ, വചനത്തെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കാമെങ്കിൽ, നിനക്കൊരു രൂപാന്തരം വരുമെങ്കിൽ, ഒരു ഉടമ്പടി കർത്താവിനോട് ചെയ്യാമെങ്കിൽ, ഒരു സമർപ്പണം നിനക്കുണ്ടാകുമെങ്കിൽ, അവൻ ബുദ്ധിക്ക് നിരക്കാത്ത, യുക്തിക്ക് നിരക്കാത്ത മഹത്വകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരുവൻ നിന്റെ കൂടെയുണ്ട്, നിനക്കായിട്ടുണ്ട്. സ്വർഗം അവൻ തുറന്നാൽ ദൂതന്മാർ ഇറങ്ങും. ഒന്നുമില്ലായ്മയിൽ നിന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ നിനക്കായിട്ടുണ്ട്. ഞെരുക്കത്തിന്റെ മധ്യത്തിൽ, ദാരിദ്ര്യത്തിന്റെ മധ്യത്തിൽ അത്ഭുതത്തെ ചെയ്യുന്ന ഒരു കരം നിനക്കായിട്ടുണ്ട്.